എറണാകുളം മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്ത് അമിക്കസ് ക്യൂറി പരിശോധന നടത്തി. തീരദേശ പരിപാലന നിയമം പാലിച്ച സ്ഥലത്ത് വീണ്ടും നിർമ്മാണം നടത്താൻ കഴിയുമോ എന്ന സാധ്യതയാണ് പരിശോധിക്കുന്നത്. പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് കൈമാറും. മരട് ഫ്ളാറ്റ് പൊളിച്ച ഇടത്ത് വീണ്ടും പുനർനിർമ്മാണം നടത്താനുള്ള സാധ്യതകൾ സർക്കാർ തേടുകയാണ്. ഇത് സംബന്ധിച്ച് അമിക്കസ് ക്യൂറി നടത്തുന്ന പരിശോധന നിർണായകമാണ്. എന്തായാലും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടക്കുന്ന ഈ പരിശോധനയ്ക്ക് ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ട് മരടിൽ പുനർനിർമ്മാണം സാധ്യമാകുമോ എന്ന കാര്യത്തിൽ നിർണായകമാണ്. മരട് പൊളിച്ച സ്ഥലം എന്ന വിമർശനം നേരിടുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് വികസന പദ്ധതികളൊന്നും സാധ്യമാകുന്നില്ല എന്നതാണ് മരട് നഗരസഭയടക്കം ഉന്നയിക്കുന്ന വിമർശനം. ഈ ഘട്ടത്തിൽ കൂടി മരട് അവിടുത്തെ പാരിസ്ഥിതികമായ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാകുമോ എന്ന പരിശോധനയാണ്. കേരളം രാജ്യമേറെ ശ്രദ്ധിച്ചതാണ് മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റിയത്. സുപ്രീം കോടതിയുടെ നിയമപ്രകാരമായിരുന്നു തീരദേശ പരിപാലന നിയമങ്ങൾ അതിന് വിരുദ്ധമായി പണിത ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാനുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം. ഏറെ നാളത്തെ നിയമതർക്കങ്ങൾക്കൊടുവിലാണ് സുപ്രീം കോടതി ആ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത്. അതിനൊടുവിൽ ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ ആ ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റിയ ഇടത്ത് പുനർനിർമ്മാണം സാധ്യമാകുമോ അതിൻ്റെ സാധ്യത പരിശോധിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. അമിക്കസ് ക്യൂറി സ്ഥലത്ത് പരിശോധന നടത്തി. സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ പരിശോധന നിർണായകമാണ്. കാരണം ആ റിപ്പോർട്ട് ഈ കേസിൽ നിർണായകമായി വരും. മരട് ഫ്ളാറ്റ് പൊളിച്ചെടുത്ത് പുതിയ നിർമ്മാണം സാധ്യമാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മരട് നഗരസഭയടക്കം സംസ്ഥാന സർക്കാരിനും അനുകൂല നിലപാടാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി അവിടെ പരിശോധന നടത്തുന്നത്. മരട് ഫ്ളാറ്റ് പൊളിച്ച ഇടത്ത് പുനർനിർമ്മാണം സാധ്യമാകുമോ എന്ന സാഹചര്യമാണ് അമിക്കസ് ക്യൂറിയുടെ പരിശോധനയിൽ ഉണ്ടായത്. ഇന്ന് ആ സ്ഥലത്ത് പരിശോധന നടത്തി. ഒപ്പം അവിടെ മരട് നഗരസഭയടക്കം ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് നിർണായകമാണ്. മരട് പൊതുവിൽ ഫ്ളാറ്റ് പൊളിച്ച ഇടം എന്ന പേരുദോഷം കേൾക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ പ്രദേശത്തേക്ക് തന്നെ വികസനം വരാത്ത സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ പുനഃപരിശോധന ഉണ്ടാകുമെന്നാണ് സാഹചര്യം. ദൃശ്യങ്ങൾ കാണുന്നതാണ് അമിക്കസ് ക്യൂറി ആ പ്രദേശത്ത് നടത്തിയ പരിശോധന. എന്തായാലും ആ പരിശോധന ഇന്നത്തെ ഈ നീക്കത്തിൽ നിർണായകമായി മാറുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, സംസ്ഥാന സർക്കാരിനും മരട് നഗരസഭയ്ക്കുമെല്ലാം അവിടെ പുനർനിർമ്മാണം ഉണ്ടാവണം, അവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം. പാരിസ്ഥിതികമായ പിന്നോക്കാവസ്ഥയുണ്ട്. എന്തായാലും അമിക്കസ് ക്യൂറി ഈ പരിശോധന നിർണായകമാണ്. എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനം മാധ്യമങ്ങളോടോ മറ്റോ അദ്ദേഹം നടത്തുകയുണ്ടായോ? സജിത്തെ, ഇല്ല. കാരണം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. കാരണം അത് നിയമപരമായ ഒരു ചിട്ടവട്ടമാണ്. ശരിക്കും അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമാണ് ചെയ്യുക. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അത് ഉടനടി അടിയന്തരമായി വേണമായിരുന്നോ, ഫൈനായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നോ എന്നുള്ളൊരു കാര്യത്തിൽ ആശങ്ക നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ വീണ്ടും നിർമ്മാണത്തിനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത്, അതായത് ഈ ഫ്ളാറ്റ് പൊളിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് വീണ്ടും നിർമ്മാണങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനാണ് അമിക്കസ് ക്യൂറി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് അവധിക്ക് മുൻപേ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട്, അത് സന്ദർശനം നടത്തിയിരിക്കണം. ഇതുമായുള്ള റിപ്പോർട്ട് ക്രിസ്മസ് അവധിക്ക് മുൻപേ സമർപ്പിക്കണമെന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടിയന്തരമായി ഇപ്പോൾ അമിക്കസ് ക്യൂറി ഈ മരടിലെ ഫ്ളാറ്റ് പൊളിച്ച ഇടങ്ങളിൽ സന്ദർശനം നടത്തിയിരിക്കുന്നത്. അതേസമയം ഫ്ളാറ്റ് പൊളിച്ചത് സർക്കാരിന് പറ്റിയ പിഴവ് എന്ന് തന്നെയാണ് പ്രാദേശികമായിട്ടുള്ള ഒരു വികാരം. അത്തരത്തിൽ തന്നെയാണ് അതായത് ആന്റണി ആശംപറമ്പിലെ മരട് നഗരസഭാ ചെയർമാൻ അത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഫ്ളാറ്റ് പൊളിച്ചത് സർക്കാരിന് പറ്റിയ പിഴവാണ്, ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരിനാണ്. അതായത് ഈ 4 ഫ്ളാറ്റ് പൊളിച്ച 4 പുതിയതായി ഫ്ളാറ്റ് സമുച്ചയം പണിയണം. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ചെലവും ഒക്കെ സർക്കാർ ഏറ്റെടുക്കണം. ഫ്ളാറ്റ് പൊളിച്ച ശേഷം ഒരു പുതിയ സംരംഭവും നഗരസഭയിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതായത് പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്നുള്ള ഒരു സാഹചര്യം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത്തരം ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ പ്രാദേശിക നേതൃത്വം കൂടി ഇത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ അതിന് സർക്കാരിന് പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് തള്ളിയിടുന്ന ഒരു സാഹചര്യം കൂടി ഇതിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും അടിയന്തരമായി സുപ്രീം
കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടതും അമിക്കസ് ക്യൂറി ഇക്കാര്യത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കത്തിന് അങ്ങേയറ്റം പ്രാമുഖ്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ പറഞ്ഞതുപോലെ പ്രാദേശിക നേതൃത്വം ഈ ജനകീയ പങ്കാളിത്തവും ഒക്കെ ഇത്തരത്തിലാണ് പ്രതികരിക്കുന്നത്. ഇത് പൊളിക്കേണ്ടിയിരുന്നോ? അതിനുശേഷം മരട് നഗരസഭയിൽ എന്ത് പുതിയ സംരംഭമാണ് വന്നിട്ടുള്ളത്? ഈ 4ഇടത്തും പുതിയ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ വേണം. അതിന്റെ പൂർണ്ണമായ ചെലവും പൂർണ്ണമായ ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുക്കണം എന്നും തന്നെയാണ് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും അമിക്കസ് ക്യൂറി മറ്റിടങ്ങളിലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് മാത്രമേ പരിശോധന നടത്തിയിട്ടുള്ളൂ. ഇപ്പോൾ കായൽ തീരത്തേക്ക് അമിക്കസ് ക്യൂറിയും സംഘവും പരിശോധന നടത്താനായി തിരിച്ചിട്ടുണ്ട്. എന്തായാലും ക്രിസ്മസ് അവധിക്ക് മുൻപാകെ ഈ പരിശോധന പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുള്ളത്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ, അതായത് പൂർണ്ണമായ പരിശോധനയോട് കൂടിയാണോ ഇത്തരത്തിലൊരു ഫ്ളാറ്റ് പൊളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ നീങ്ങിയത് എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതിയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന. അതായത് ഇവിടെ തുടർ നിർമ്മാണത്തിനുള്ള സാധ്യതയുണ്ടോ, അതിലെ നിർമ്മാണം മറ്റ് നിർമ്മാണങ്ങൾ ഇവിടെ ഇനി ഉയരാൻ ഉള്ള ഇടമാണോ, അത്തരത്തിലുള്ള അത്രയും സെൻസിറ്റീവായ ഒരു ഏരിയ ആണോ ഇതെന്നുള്ള കാര്യം പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത്തരം പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് അമിക്കസ് ക്യൂറി എത്തിയിട്ടുള്ളതും. അതായത് ഈ ക്രിസ്മസ് അവധിക്ക് മുൻപേ പരിശോധന പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി നിർദ്ദേശം. സജിത്ത്. യെസ്, മരട് ഫ്ളാറ്റ് പൊടിച്ചെടുത്ത് പരിശോധന നടത്തുകയാണ് അമിക്കസ് ക്യൂറി. അവിടെ കൂടുതൽ പരിശോധനകൾ നടക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് നിർണായകമാണ്. ഒപ്പം ഈ ഫ്ളാറ്റ് പൊളിച്ച സ്ഥലമെന്ന ദുഷ്പേര് മാറ്റാൻ കർശനമായ നടപടി ഉണ്ടാവണമെന്നതാണ് മരട് നഗരസഭയും മുന്നോട്ട് വയ്ക്കുന്നത്. മരട് നഗരസഭാ ചെയർമാന്റെ പ്രതികരണത്തിൽ അവർക്ക് നമുക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനം ഇനി ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാം. അമിക്കസ് ക്യൂറി എന്ന് പറയുന്ന സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അവർ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടി നഗരസഭ സെക്രട്ടറിക്കും അതുപോലെ തന്നെ നഗരസഭയുടെ മുനിസിപ്പൽ എഞ്ചിനീയർക്കും ഞങ്ങൾ കൃത്യമായി നമ്മളെന്താണോ നഗരസഭയുടെ ആശയം അല്ലെങ്കിൽ നഗരസഭയുടെ സ്റ്റാൻഡെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻഡായിരിക്കും സെക്രട്ടറി കൊടുക്കുന്ന, ഈ അമിക്കസ് ക്യൂറിക്ക് സെക്രട്ടറി കൊടുക്കാൻ പോകുന്ന അതായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ സർക്കാർ ചെലവിൽ ഈ പറയുന്ന കെട്ടിടങ്ങൾ പണിത് നഗരസഭയ്ക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മോശപ്പേര്. കാരണം ഇത് കഴിഞ്ഞിട്ട് പുതിയ ഒരു സംരംഭകർ ഇതിലോട്ട് മരടിലേക്ക് വരുന്നില്ല. മരടെന്ന് കേട്ടാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കാശ്മീർ പോകുമ്പോൾ പോലും അവിടുത്തെ ഞങ്ങളവിടെ താമസിച്ച സ്ഥലത്തെ ഹോട്ടൽ ഉടമസ്ഥൻ മരടെന്ന് ചോദിച്ചപ്പോൾ പൊളിച്ച കെട്ടിട സ്ഥലമല്ല എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ലോകം മുഴുവൻ ഇതിനെ സംബന്ധിച്ചിടത്തോളം മരടിനുണ്ടായിട്ടുള്ള മോശപ്പേര്, അതിൽ അന്നുണ്ടായിരുന്നുള്ള കുറ്റക്കാരായിട്ടുള്ള നഗരസഭയുടെ അന്നത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഇവരെല്ലാം ഇന്ന് വെറുതെ നടക്കുകയാണ്. ചില ആളുകൾ മാത്രം ഇന്ന് കുറ്റക്കാരായി അവർ മാത്രം ജയിലടക്കപ്പെട്ട സംഭവമാണ്. ഇത് സർക്കാർ ശക്തമായി ഇതിനെക്കുറിച്ച് ആ അന്വേഷണം എവിടെയാണോ നിർത്തിയത് അത് തുടരണമെന്ന് ഞങ്ങൾ പറയുന്നത്. യെസ്, അതാണ് മരട് നഗരസഭയുടെ പ്രതികരണം. എന്തായാലും മരട് വീണ്ടും ഫ്ളാറ്റ് നിർമ്മാണം നടക്കുമോ നിർണായകമാണ് ഇന്ന് നടക്കുന്ന പരിശോധന. ഇതിനുശേഷം സുപ്രീം കോടതി റിപ്പോർട്ട് പരിഗണിക്കുകയും ചെയ്യും.